ഹലോ ഗൈസ്, ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ബഹ്റൈനിൽ നിന്ന് തിരിച്ചെത്തിയിട്ട് എനിക്ക് വേറൊരു സന്തോഷം കൂടെ ഉണ്ടെന്ന് കേട്ടോ. അതാണ് ഈ സന്തോഷം. എൻ്റെ അമ്മ ഈ വട്ടം തിരിച്ചു വരുമ്പോൾ ഞാൻ എൻ്റെ അമ്മയും കൂടെ കൂട്ടിയിട്ടോ. അമ്മ വന്ന സ്ഥിതിക്ക് നമുക്ക് ഇന്ന് രാത്രി പുറത്തുനിന്ന് തന്നെ പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അതെവിടേക്കാണ് പോകുന്നതെന്നുള്ളത് നിങ്ങൾക്ക് അവിടെ എത്തുമ്പോൾ മനസ്സിലാവും കേട്ടോ. മെയിൻ റോഡ് വഴി പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഒടുക്കത്തെ തിരക്ക്. ഇനി ഇടവഴി കയറി പോകാമെന്ന് വിചാരിച്ചപ്പോഴോ അവിടെ മെയിൻ റോഡിനേക്കാളും തിരക്ക്. ഒന്നും പറയണ്ട, ഒരുപാട് കറങ്ങിയായിരുന്നു ഞങ്ങൾ കേട്ടോ. അങ്ങനെ കറങ്ങി അവസാനം നമ്മൾ എത്തേണ്ട സ്ഥലത്ത് ദേ എത്തിയിട്ടുണ്ട്. ദേ പുട്ട്. ഞങ്ങൾ നാട്ടിലുള്ള സമയത്തായിരുന്നു ദേ പുട്ടിൻ്റെ ഇനാഗുറേഷൻ. അന്നേ ഞങ്ങൾ വിചാരിച്ചതാണ് ബഹ്റിനിലേക്ക് തിരിച്ചെത്തിയാലുടനെ നമുക്ക് അവിടെ പോയി ഫുഡ് കഴിക്കണം എന്നുള്ളത് കേട്ടോ. ഇന്നിപ്പോൾ അമ്മേനെയും കൂട്ടി വന്നപ്പോൾ അതിലേറെ സന്തോഷം. നമുക്ക് പാർക്കിംഗ് കിട്ടാൻ കുറച്ച് വിഷമമായിരുന്നു. കുറേ ചുറ്റിക്കറങ്ങി അവസാനം ഒരു പാർക്കിങ്ങൊക്കെ കിട്ടിയിട്ട് ഇതേ നമ്മൾ അവിടേക്ക് നടക്കുകയാണ് കേട്ടോ. ഈ ഓടിച്ചാടി വരുന്ന സന്തോഷമൊന്നും അതിൻ്റെ മുമ്പിലെത്തിയപ്പോൾ ഉണ്ടായിരുന്നില്ല എന്ന് വേണം കേട്ടോ പറയാനായിട്ട്. വേറൊന്നും കൊണ്ടല്ല, ഒടുക്കത്തെ തിരക്കായിരുന്നു. പിന്നെ എന്താ, ഒരു മുക്കാൽ മണിക്കൂർ ദേ ഈ ഒരു ഇരിപ്പായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 45 മിനിറ്റ്സ് എങ്കിലും എടുത്തിട്ടുണ്ടാവും ഞങ്ങൾ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞങ്ങൾ ചെന്ന ദിവസത്തെ സ്പെഷ്യലായിരുന്നു ഇതേപോലെയുള്ള കുറച്ച് ഐറ്റംസാണ് അവർ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത്. അവിടുത്തെ മെയിൻ കോഴ്സ് പുട്ട് തന്നെയാണ്. ഇനി അവിടെ ചെന്നിട്ടുള്ള കാര്യം, ഫുഡ് ഓർഡർ ചെയ്യുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് വന്നൊരു ടാസ്ക് ആയിരുന്നു കേട്ടോ. രണ്ടുപേരും അക്ഷമരായി കാത്തിരിക്കുന്നത് നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതാണ് അവിടുത്തെ മെനു നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾക്ക് തന്നെ വായിക്കുമ്പോൾ മനസ്സിലാവും എത്ര തരം പുട്ടുണ്ടെന്നുള്ളത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നെയിംസാണ് കേട്ടോ. നമുക്കത് വായിച്ചിരിക്കാൻ തന്നെ ഭയങ്കര ഒരു കൗതുകം തോന്നിപ്പോവും. ഞങ്ങൾ അവിടെ നിന്ന് ഓർഡർ ചെയ്തത് പുട്ട് തിന്ന കോഴി കോംബോ ആണ്. എന്താണെന്നറിഞ്ഞിട്ടൊന്നുമല്ല, എന്താണെന്നറിയാൻ വേണ്ടി നമ്മൾ ഓർഡർ ചെയ്തതാണ്. സ്റ്റാർട്ടറായിട്ട് നമ്മളൊരു ഡ്രാഗൺ ചിക്കൻ പറഞ്ഞു കേട്ടോ. പറയാതിരിക്കാൻ പറ്റില്ല, ആ ഡ്രാഗൺ ചിക്കൻ്റെ കാര്യം ഭയങ്കര ടേസ്റ്റായിരുന്നു. ഇതാണ് ആ പുട്ട് നിന്ന കോഴി കോംബോ. അത്യാവശ്യം 4 പേർക്ക് നന്നായി കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ഇതവിടുത്തെ ഷെഫ് സ്പെഷ്യൽ പുഡിംഗ് ആണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ഇത്രയധികം കൈൻഡ് ഓഫ് പുട്ടുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് അവിടെ ചെന്ന് മെനു വായിച്ചപ്പോഴാണ് കേട്ടോ മനസ്സിലായത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കൺഫ്യൂഷനും ആയത്. അതുപോലെ അവിടുത്തെ ഇൻറ്റീരിയറും കാണാനായിട്ട് നല്ലതായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോഴത്തേനും ഞങ്ങൾ ഇരുന്ന ഭാഗമൊക്കെ ഓൾമോസ്റ്റ് കാലിയായിട്ടുണ്ടായിരുന്നു. നേരം അത്ര വൈകിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.